ഹായ്, ശരത്താണ്. ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ബിസിനസ്സാണ്. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ ഏകദേശം 1500 കോടിയിൽ താഴെ മാത്രമേ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അതുപോലെ ചെറിയൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരാനായിട്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഉണ്ട്, അവരുടെ സൈസ് നോക്കിയാലും അതിലും വളരാനുള്ള നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ആ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കിയാൽ അവരുടെ പ്രോഫിറ്റ് ഇല്ലായിരുന്നു. ഏകദേശം 44 കോടിയോളം അവർക്ക് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പിലത്തെ വർഷം നോക്കിയാൽ ഏകദേശം 66 കോടിയോളം അവർക്ക് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 66 കോടിയിൽ നിന്ന് അവർ 40 കോടിയിലേക്ക് അവരുടെ ലോസ് കുറച്ചു. പിന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 1 കോടി രൂപ അവർക്ക് പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ടേൺ അറൗണ്ട് ഫേസിലുള്ള ഒരു ബിസിനസ്സാണിത്. ഈ അടുത്തൊരു വർഷത്തേക്ക് മാനേജ്മെന്റ് കമന്ററിയിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് കമന്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ആ ഒരു രീതിയിൽ നോക്കിയാൽ ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് മാറുന്ന ഹൈ പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കമ്പനിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ്. അതായത് അവർക്ക് ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ സോഫ്റ്റ്വെയർ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ അസറ്റ് ലൈറ്റ് മോഡലായിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ പോലുള്ള ബിസിനസ്സുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടേ വേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വരുന്ന ഗ്രോത്ത് മുഴുവൻ അവർക്ക് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ തന്നെയുള്ള ബിസിനസ്സാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ബിസിനസ് എന്താണെന്ന് നോക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് എന്താണെന്ന് മനസ്സിലാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം. കാരണം അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മജോറിറ്റി പോർഷൻ കഴിയും. കാരണം ആ ഒരു ബിസിനസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നമുക്ക് അവരെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് അവരുടെ ബിസിനസ് മോഡലും അല്ലെങ്കിൽ അവരുടെ റവന്യൂ സ്ട്രീംസും പിന്നീട് അവർക്കുള്ള പൊട്ടൻഷ്യലും അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബിസിനസ് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അവരുടെ പീർസ് അല്ലെങ്കിൽ അവരുടെ സെക്ടറിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം, അവരുടെ പീർസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം, അതിനുശേഷം ഈ Q4ലും അല്ലെങ്കിൽ ഈ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലൊക്കെ അവരുടെ പെർഫോമൻസ് എന്താണെന്നുള്ള കാര്യം, അതിൻ്റെ എൻഡിൽ നമുക്ക് അവരുടെ അടുത്ത വർഷത്തേക്കുള്ള മാനേജ്മെന്റ് ഗൈഡൻസ് എന്താണ്, അടുത്തൊരു വർഷം അല്ല അടുത്തൊരു 3-4 വർഷത്തേക്കുള്ള ഗൈഡൻസ് ഏകദേശം നമുക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ അടുത്ത വരുന്ന വർഷങ്ങളിൽ ഈ കമ്പനിയുടെ ഗൈഡൻസും അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയണം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് അവരുടെ വാല്യുവേഷൻസ്, ഇപ്പോഴത്തെ വാല്യുവേഷൻസിലും അതേപോലെ തന്നെ ഫ്യൂച്ചർ ഫോർവേഡ് പിയിലും കമ്പനി എങ്ങനെയുണ്ട്, കമ്പനിയുടെ വാല്യുവേഷൻസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ബിസിനസ്സിലേക്ക് കിടക്കാം. സ്റ്റോക്കിന്റെ പേര് നോക്കിയാൽ ഓറം പ്രോപ്ടെക് എന്നാണ് സ്റ്റോക്കിന്റെ പേര്. AURUM, ഓറം പ്രോപ്ടെക് എന്നാണ് കമ്പനിയുടെ പേര്. അതിലെ പ്രോപ്ടെക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ടെക്നോളജി, അതായത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. അതുപോലെ തന്നെ ഇവർ ടെക്നോളജി യൂസ് ചെയ്യുന്ന ബിസിനസ്സാണ്. ഓറം പ്രോപ്ടെക് എന്നാണ് കമ്പനിയുടെ പേര്. എന്നാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസ്സിനെ നമുക്ക് വേണമെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ റെന്റൽ ബിസിനസ്, രണ്ടാമത് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത് ക്യാപിറ്റൽ. ഇതെന്താണെന്ന് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റെന്റൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നോർമൽ ആയിട്ടുള്ള റെന്റൽ, ഇപ്പോൾ ഫ്ലാറ്റുകൾ റെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ ഫ്ലാറ്റുകൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേന് ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നെസ്റ്റ് അവേ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നെസ്റ്റ് അവേ എന്ന് പറയുന്നത് ഫാമിലി റെന്റലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഇവരുടെ പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഇവർക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഹലോ വേൾഡിലും ഈ നെസ്റ്റ് അവയിൽ ഇവർ റെന്റൽ ബിസിനസ് ആണ് നടത്തുന്നത്. അവിടെ ഇപ്പോൾ ഫ്ലാറ്റുകളായിട്ട് റെന്റിൽ എടുക്കാം. ഇപ്പോൾ ഹലോ വേൾഡിലാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഇപ്പം ഒരു ഫ്ലാറ്റിൽ തന്നെ പല റൂമുകളിൽ പല ആൾക്കാർക്ക് താമസിക്കുന്ന രീതിയിൽ, അതായത് മൊത്തത്തിൽ ഒരു ഹോസ്റ്റൽ പോലെ മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ മൊത്തത്തിൽ ആ ബിൽഡിംഗ് മാനേജ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഹലോ വേൾഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഹലോ വേൾഡിലും ഈ പറഞ്ഞ നെസ്റ്റ് അവയിലും അത് രണ്ടും റെന്റൽ ബിസിനസ് ആണ്. അവിടെ അവർക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ റെന്റൽ ഇൻകം ആണ്. റെന്റൽ ഇൻകത്തിന്റെ ഒരു ചെറിയ പെർസെന്റേജ് 10% ആണ് ഇവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തം ബിസിനസ്സിൽ കുറച്ച് അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സാണ്. കാരണം ഇവിടെ കുറച്ച് ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരും. കാരണം ഒന്ന് ഈ ഒരു ബിൽഡിംഗ് ഇവരുടെ ആയിരിക്കും, ഇവർ ലീസിന് എടുക്കുന്ന ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതല്ലാതെ അവിടെ വേണ്ട മാൻ പവർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇവരായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്ലംബിങ്ങിന്റെ വർക്ക് ആവശ്യമുണ്ട്, അങ്ങനത്തെ ഏതൊരു വർക്ക് ഉണ്ടെങ്കിലും അതെല്ലാം ഇവരായിരിക്കും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ക്യാപിറ്റൽ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ റെന്റലിന്റെ ഒരു കമ്മീഷനാണ് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ അവർ സർവീസസ് വേറെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ട്രാ റവന്യൂ കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി എവിടേക്ക് വരുമ്പോൾ മൂവ് ചെയ്യുന്നതിന്, മൂവ് ഔട്ട് ചെയ്യുന്നതിന്, അതിനൊക്കെ വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യും. സോ അതിനൊരു ചെറിയ ചാർജ് ഉണ്ടാവും. ആ രീതിയിലേക്കാണ് ഇവർക്ക് മെയിൻ ആയിട്ട് ഇൻകം വരുന്നത്. പിന്നീട് അവിടെ ഈ പറഞ്ഞ ഫ്ലാറ്റിൽ കാര്യങ്ങളിലൊക്കെ ഇവന്റോ കാര്യങ്ങളൊക്കെ, മൊത്തം ബിൽഡിംഗിൽ അപ്പാർട്ട്മെന്റിലൊക്കെ ഇവന്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട്. അതൊക്കെ ചെറിയ ഇൻകം വരുന്നുണ്ട്. മെയിൻ എന്ന് പറയുന്ന ഈ സൈഡിലെ റവന്യൂ എന്ന് പറയുന്നത് ഇവർക്ക് വരുന്ന റെന്റൽ റവന്യൂ ആണ്. സോ ഇതാണ് ഇവർ ഒരു ബിസിനസ് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടാമത്തെ വിങ്ങാണ്. അത് പ്രത്യേകിച്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ വിങ്ങാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ അസറ്റ് ലൈറ്റ് മോഡലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിയാലും നമുക്ക് മെയിൻ ആയിട്ട് 3 ബിസിനസ്സുകളാണ് കാണാനായിട്ട് വരുന്നത്. ഒന്ന് അനലിറ്റിക്ക എന്ന് പറയുന്ന ഒരു ബിസിനസ് വിങ് ഉണ്ട്. രണ്ടാമതെന്ന് വെച്ചാൽ സെൽഡു എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് ഉണ്ട്. മൂന്നാമതെന്ന് പറയുന്നത് പ്രോപ്പ് ടൈഗർ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ബിസിനസ് ഉണ്ട്. ഈ 3 ബിസിനസ്സുകൾ ഓൺലൈൻ ബിസിനസ്സുകളാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് പ്രോപ്പ് ടൈഗർ എടുത്ത് നോക്കിയാൽ, പ്രോപ്പ് ടൈഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റെന്റൽ സർവീസാണ്. ഇത് സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഈ പ്രോപ്പ് ടൈഗർ എന്ന് പറയുന്നത്. പ്രോപ്പ് ടൈഗറിൽ വന്ന ആൾക്കാർ സെർച്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും
വേറെ അടുത്തൊരു ബിസിനസ് ഉണ്ട് സെൽഡോ എന്ന് പറഞ്ഞിട്ട്. ഈ സെൽഡോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെ വന്ന് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റാസ് കാര്യങ്ങളെല്ലാം ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്യും. ആ പ്ലാറ്റ്ഫോമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഡെവലപ്പേഴ്സുമായിട്ട് മെയിനായിട്ട് ടൈപ്പിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഈ ഡേറ്റ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേനും ഇവർ ഈ ബിസിനസ്സിൽ ഈ കസ്റ്റമേഴ്സിനെ അല്ല, അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളുടെ ഡേറ്റ മുഴുവനാണ് അവർക്ക് കിട്ടുന്നത്. ആ ഡേറ്റ വെച്ചിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ ഈ ഫ്ലാറ്റിലേക്കുള്ള വിസിറ്റ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യും. ഈ ബിസിനസ് ക്ലോസ് ചെയ്യുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹാൻഡിൽ ചെയ്യും. അതിന് ശേഷമുള്ള ഇപ്പോൾ കസ്റ്റമർ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം ഈ ബിസിനസ്സിൽ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ PropTiger എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിനെ ഇതിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനുശേഷം സെൽഡോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡെവലപ്പേഴ്സുമായിട്ട് മെയിനായിട്ട് ടൈപ്പിലുള്ള ഒരു ബിസിനസ്സാണ്. അവരുടെ മെയിൻ റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ നിന്നായിരിക്കും. PropTigerലാണ് ഇവർ ഈ പറഞ്ഞ ഫ്ലാറ്റ് കാര്യങ്ങൾ, സെയിൽസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ഈ PropTigerനായിരിക്കും. പിന്നീട് മൂന്നാമതുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനോടെ കമ്പൈൻ ചെയ്തിട്ടുള്ള അനലിറ്റിക്ക എന്നാണ് ബിസിനസിന്റെ പേര്. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ PropTigerലാണെങ്കിലും അല്ലെങ്കിൽ സെൽഡോയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ റെന്റൽ ബിസിനസ്സുകളിൽ നെസ്റ്റവേയിലാണെങ്കിലും ഹലോ വേൾഡിലാണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാത്തിലും വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡേറ്റ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യമാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റ അനലൈസ് ചെയ്ത് ഈ ഡേറ്റയാണ് ഇവർ വേറെ ഡെവലപ്പേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഡേറ്റ സെല് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡെവലപ്പർക്ക് ഒരു പ്രത്യേക സിറ്റിയിൽ അവിടെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഡിമാൻഡാണുള്ളത്, അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആവശ്യമുള്ളത്, ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഡേറ്റയിൽ നിന്ന് അവർക്ക് ഏകദേശം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റും അല്ലെങ്കിൽ ഇവർക്ക് എവിടെയാണ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ധാരണ ഈ ഡെവലപ്പേഴ്സിന് ആ ഒരു ധാരണ കിട്ടാനായിട്ട് ഇവരുടെ ഡേറ്റ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവർ എല്ലാ പ്ലാറ്റ്ഫോംസിൽ നിന്ന് കിട്ടുന്ന ഡേറ്റനെ അനലൈസ് ചെയ്ത് അത് സെല് ചെയ്യുക, അതിന്റെ ബാക്കിയുള്ള പ്രോബിലിറ്റി കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഈ അനലറ്റിക്സിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രിൽ വരുന്ന 3 വിങ്ങുകൾ. ഈ വിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അസറ്റ് ലൈറ്റ് മോഡലാണ്. അതുപോലെ തന്നെ ഇവിടെ അസറ്റ് ലൈറ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് ആദ്യം ഇവർക്കൊരു സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന് മുകളിൽ ഇപ്പോൾ ഒരു 100 കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുമ്പോഴത്തേന് അവർക്ക് ചിലപ്പോൾ ഒരു 100 കോടി രൂപ റവന്യൂ വരുന്നു. അവിടെ 80 കോടി രൂപ എക്സ്പെൻസ് ആണെങ്കിൽ 20 കോടി ആയിരിക്കും അവരുടെ പ്രോഫിറ്റ്. പക്ഷേ സെയിം ടൈമിൽ ഇവർ 100 കോടിക്ക് വരെ 200 കോടി റവന്യൂ ചെയ്താലും ഇവരുടെ ഈ പറഞ്ഞ എക്സ്പെൻസ് 80 കോടി എന്നുള്ള എക്സ്പെൻസിൽ വളരെ വലിയ ഗ്രോത്ത് ഒന്നും വരില്ല. ചിലപ്പോൾ 80 കോടി ഒരു 100 കോടിയോ 110 കോടിയോ ആയിട്ട് എക്സ്പെൻസ് കൂടിയേക്കാം. പക്ഷേ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായി. കാരണം 80 കോടിയിൽ നിന്ന് ഒരു 110 കോടിയായിട്ട് അവരുടെ എക്സ്പെൻസ് കൂടി, പക്ഷേ അന്നേരം അവരുടെ പ്രോഫിറ്റ് വരുന്ന ഏകദേശം 90 കോടിയായിരിക്കും. റവന്യൂ 100 കോടിയിൽ നിന്ന് 200 കോടിയാകുന്ന സമയത്ത് ഈ പറഞ്ഞ 20 കോടി കിടന്ന പ്രോഫിറ്റ് 90 കോടിയായിട്ട് കൂടും. ആ രീതിയിലാണ് ഗ്രോത്ത് വരിക. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ബിസിനസ്സുകൾക്ക് വളരെ വലിയ സ്കോപ്പ് ഉള്ളതും, അല്ലെങ്കിൽ ഇവർക്ക് വളരെ വലിയ രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരുപാട് സാധ്യതയുള്ള ബിസിനസ്സുകളാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സുകളുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈഡാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവർക്ക് മൂന്നാമതൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അതും ഇതേപോലെ തന്നെ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയയാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ REIT അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് സെബിയുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ തന്നെ അവിടെ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അത് CuberX എന്നാണ് അതിൻ്റെ പേര്. അതിൽ വേറൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഫ്ലാറ്റൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ലോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ലോണിന്റെ ലീഡ് ജനറേറ്റ് ചെയ്യും വേറെ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കസ്റ്റമറുടെ ഡേറ്റ കാര്യങ്ങളെല്ലാം ഇവരിലുണ്ട്. ആ കസ്റ്റമർക്ക് ലോണിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കസ്റ്റമറുടെ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏത് ബാങ്കിൽ നിന്നാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്നുള്ള രീതിയിൽ ആ ബാങ്കുകൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അവർ ഈ ലോൺ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു ചെറിയ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അതും ഈ പറഞ്ഞ ഈ ബിസിനസ്സുകളെല്ലാം തന്നെ തമ്മിൽ ഇന്റർകണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ബിസിനസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വലിയ രീതിയിൽ ക്രോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം ഇവരുടെ ബിസിനസ്സിൽ കിടപ്പുണ്ട്. മാനേജ്മെന്റ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ക്രോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറയുകയും, അല്ലെങ്കിൽ ഒരേ കസ്റ്റമറുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് ഒരുപാട് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഇവരുടെ മാർജിൻസിന്റെ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇവരുടെ ബിസിനസ്സുകളെല്ലാം തമ്മിൽ ഇന്റർകണക്ട് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ മൊത്തം ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 3 വിങ്ങാണുള്ളത്. റെന്റലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ക്യാപിറ്റലുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്കറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷനിൽ ഗ്രോത്ത് കൃത്യമായിട്ട് വരണം. റവന്യൂവിലുള്ള ഡിസ്ട്രിബ്യൂഷന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കൂട്ടണം. റെന്റലിനുള്ളതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് കൂട്ടണം. എല്ലാ സൈഡും ഗ്രോ ചെയ്യണം. ഇപ്പോൾ റെന്റൽ സൈഡ് ഗ്രോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം, അതിനെ കഴിഞ്ഞ് മുകളിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഗ്രോത്ത് വരണം. അതല്ലെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ഗ്രോത്ത് വരണം. കാരണം ഈ സൈഡിൽ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ മാക്സിമം ഈ കിട്ടുന്ന റവന്യൂവിന്റെ ഭൂരിഭാഗം ഇവരുടെ പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിനും കാര്യങ്ങളെയൊക്കെ വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഈ 2 വിങ്ങുകളാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ ഏകദേശം 40% മാത്രമാണ് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. 60% റെന്റലിൽ നിന്നാണ് ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ. അത് നമ്മൾ ഈ ഒരു ഫുൾ ഇയറിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു Q4 മാത്രം നോക്കിയാൽ Q4 ഏകദേശം 50% റവന്യൂ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇവർക്ക് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷന്റെ കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളവരാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷന്റെ കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ടെന്നുള്ള കാര്യം അറിയണം.
ഓരോ ക്വാർട്ടറിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതലായിട്ട്. എല്ലാ സൈഡിലും ഗ്രോത്ത് വേണം, പക്ഷേ അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വേണ്ടത് ഡിസ്ട്രിബ്യൂഷനിലാണ്. ഡിസ്ട്രിബ്യൂഷൻ്റെ ഷെയർ റവന്യൂവിൽ കൂടുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയണം. ഇനിയിപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്സ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം ഇവർ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല, ഇതിനെല്ലാം ഇവർ അക്വയർ ചെയ്തിരിക്കുന്നതാണ്. ഇവർ ഡെപ്റ്റ് എടുത്ത് ക്യാഷ് പേയ്മെന്റ് ചെയ്തല്ല ഈ ബിസിനസ്സുകൾ അക്വയർ ചെയ്തേക്കുന്നത്. ഇവർ ഇവരുടെ ഷെയർ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ കമ്പനികളെ പാർട്ട്നേഴ്സ് ആക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ മിക്കവാറും പ്ലാറ്റ്ഫോംസ് അല്ല, പ്രോപ് ടൈഗർ ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നെസ്റ്റവേ ആണെങ്കിലും ഹലോ വേൾഡ് ആണെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളെല്ലാം ഇവർ സെൽഡോ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ അക്വയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അതെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു മൊത്തത്തിൽ ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്താലേ ഉള്ളൂ ഇവർക്ക് ആ രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങൾ കിട്ടുള്ളൂ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു സ്ലോ ഡൗണും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇവരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള സ്ലോ ഡൗൺ കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ഇവരെ അത്ര വലുതായിട്ട് അഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ ബിസിനസ്സിനെ വേണമെങ്കിൽ നമുക്ക് കാർ ട്രേഡുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. കാർ ട്രേഡ് എന്ന് പറഞ്ഞാൽ കാർ വാല അല്ലെങ്കിൽ ബൈക്ക് വാല എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ അവരുടെ പേരന്റ് കമ്പനിയാണ്. സോ ആ കാർ ട്രേഡിൽ ഇപ്പം നമ്മൾ പറയുന്ന ഓട്ടോ സെക്ടറിൽ സ്ലോ ഡൗൺ വരുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഡിമാൻഡ് കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന മാനുഫാക്ചേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഇവരുടെ വണ്ടികളുടെ ആഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതലായിട്ട് അവർക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആടും അല്ലെങ്കിൽ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം പ്രത്യേകിച്ച് ഓട്ടോ സെക്ടറിൽ സ്ലോ ഡൗൺ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിൽ സ്ലോ ഡൗൺ വരുമ്പോൾ ഈ കാർ ട്രേഡ് ടെക്കിന് എങ്ങനെയാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് ഇവർക്കും ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിൽ ചെറിയ രീതിയിൽ സ്ലോ ഡൗൺ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഞാൻ പറഞ്ഞില്ല മെയിനായിട്ട് ഈ പറഞ്ഞ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത് സെല്ല് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒരു ചെറിയ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെക്ടറിൽ സ്ലോ ഡൗൺ വരികയും ഇവരുടെ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ ഡെവലപ്പേഴ്സിന്റെ സെല്ലിങ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇവർ കൂടുതലായിട്ട് പരസ്യം കൊടുക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ഓരോ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്ന സമയത്തുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഈ ഒരു സെക്ടറിൽ സ്ലോ ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇവരത് വലുതായിട്ട് അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ അതൊരു വലിയ സ്ലോ ഡൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം 1.5 വർഷത്തിലെ കൂടുതലായിട്ട് അതിനൊക്കെ മുകളിലേക്ക് വലിയൊരു സ്ലോ ഡൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ അഫക്റ്റ് ചെയ്യും. കാരണം സ്വാഭാവികമായിട്ട് അവിടുത്തെ ആ ഒരു സെക്ടറിൽ മൊത്തത്തിൽ സ്ലോ ഡൗൺ ആവുകയും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രോപ്പർട്ടികൾ കാര്യങ്ങളൊന്നും പുതിയതായിട്ട് വരാതെ അതുപോലെ സെല്ലിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. അതല്ലാതെ ചെറിയ സ്ലോ ഡൗൺ ഇവരെ അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യൽ ഇത് കുറച്ചുകൂടെ ഇവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നീട് നമുക്ക് ഇവരുടെ പോസിറ്റീവ്സ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഈ കമ്പനി നല്ല രീതിയിൽ AI ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതലായിട്ട് AI ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കൂടുതലായിട്ട് ക്രോസ് സെല്ല് ചെയ്യാനും അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ AI എന്ന് പറയുന്ന കാര്യം ഇവരെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇവർ മെയിനായിട്ട് പ്ലാറ്റ്ഫോം ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കാര്യം കൂടുതലായിട്ട് ഇവരുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിൽ AI ഇവർ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഏകദേശം ഒരു 112 കോടി ഇവരുടെ 2 ബിൽഡിങ്ങുകളുണ്ട്. അത് ഇവർ സെല്ല് ചെയ്യുകയാണ്. കാരണം ഇവർ ഓൺ ചെയ്യുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ അവരിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം അസറ്റ് ലൈറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ ബിൽഡിങ്ങുകൾ 2 മുംബൈയിലുള്ള 2 Q5 Q6 എന്ന് പറഞ്ഞ 2 ബിൽഡിങ്ങുകളുണ്ട്. അത് 2 അവർ സെല്ല് ചെയ്യുകയാണ്. അത് സെല്ല് ചെയ്യുമ്പോൾ ഏകദേശം 112 കോടി ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിനകത്തുനിന്ന് ഇവർ ലോൺ മൊത്തത്തിൽ ക്ലോസ് ചെയ്യും. അതായത് ഈ ഒരു ജൂൺ 30 കൊണ്ട് തന്നെ ഇവർ കമ്പനി ഡെപ്റ്റ് ഫ്രീ ആവും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് വരുമ്പോൾ ഇവർ കംപ്ലീറ്റ്ലി ഡെപ്റ്റ് ഫ്രീ ആവും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇവർ ഫുള്ള് അടുത്ത 1-2 വർഷം കൊണ്ട് തന്നെ AI ഡിപ്ലോയ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓൾറെഡി കമ്പനി AI നല്ല രീതിയിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് കൂടുതലായിട്ട് അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് നമ്മളോട് മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ AI നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ക്രോസ് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ക്രോസ് സെല്ലിംഗ് ഒക്കെ ഇവർക്ക് കൃത്യമായിട്ട് നടന്നാൽ അത് ഇവരുടെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ റവന്യൂ കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ട് നോക്കിയാൽ ഇവർക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കിയാൽ മെയിനായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരും തന്നെ ഇല്ലെന്ന് പറയാം. ഇൻഫോ എഡ്ജ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. Naukri.com അല്ലെങ്കിൽ 99 acres അതെല്ലാം ഈ കമ്പനിയുടെയാണ്. സോ അവരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അല്ല. അവർ ഒരുപാട് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പോസിറ്റീവ് എന്താണെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയാൽ ഇവർ മൊത്തത്തിൽ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിനെയാണ് നോക്കുന്നത്. അതായത് ആ ഒരു സെഗ്മെന്റ് വരുന്ന എല്ലാ ബിസിനസ്സുകളും ഇവർക്ക് ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു ക്ലയന്റിന് എല്ലാ രീതിയിലുള്ള സർവീസും കാര്യങ്ങളെല്ലാം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇൻഫോ എഡ്ജ് എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി പല ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് അവർ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നോക്കിയാൽ ഈ പ്രോപ്ടെക് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള കോമ്പറ്റീറ്റർ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനി പിന്നെ അതിനല്ല ഈ ഒരു മാർക്കറ്റ് നോക്കിയാൽ ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളുള്ളതാണ്. ഒരു സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് പറയുന്നതനുസരിച്ചിട്ട് ഏകദേശം 34-35% ഗ്രോത്ത് അടുത്തൊരു 2030 വരെ ഈ ഒരു സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യമാണ്. അവർ പല സ്റ്റഡീസും കാണിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അത് നോക്കുമ്പോൾ ഒരു 30% മുകളിൽ എന്തായാലും ഈ ഒരു സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്രോത്ത് ഉള്ള ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ
അത് പ്രത്യേകിച്ച് അടുത്തൊരു 3-4 വർഷത്തേക്ക് തന്നെയാണ് മാനേജ്മെന്റ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നല്ല ഗ്രോത്ത് ഉള്ള ഒരു സെക്ടറാണ്. ആ ഒരു സെക്ടറിൽ അതിന് മുകളിൽ ഈ ഒരു കമ്പനി പെർഫോം ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുക. അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവരുടെ PPT ഇൻവെസ്റ്റർ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൽ നമുക്ക് Q4 റിസൾട്ട്, അതുപോലെ തന്നെ ഫുൾ ഇയർ ഫൈനാൻഷ്യൽ ഇയറിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺകോളിൽ മാനേജ്മെന്റ് എന്തൊക്കെയാണ് സംസാരിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. അതിനുശേഷം വീഡിയോ എൻ്റെ മുമ്പായിട്ട് നമുക്ക് അവരുടെ വാല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് ഓറം പ്രോപ്ടെക്കിന്റെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ എന്ന് പറയുന്നത് Q4 റിസൾട്ടിന്റെ സമയത്താണ്. നമുക്ക് താഴേക്ക് വന്നാൽ ഇവരുടെ ബിസിനസ് കാര്യങ്ങൾ നമുക്ക് ആദ്യം റവന്യൂ ഗ്രോത്ത് നോക്കാം. ഇത് Q4 റിസൾട്ടിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Q4 റിസൾട്ടിൽ അവർക്ക് ഏകദേശം 72% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. 135 കോടിയാണ് റവന്യൂ. അതിൽ 55 കോടി വന്നിരിക്കുന്നത് റെന്റൽ റവന്യൂ ആണ്. 67 കോടിയാണ് ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അത് നോക്കിയാൽ ഏകദേശം 50% ഗ്രോത്ത് വന്നിരിക്കുന്ന ആ ഒരു സൈഡിൽ നിന്ന്, 50% റവന്യൂ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്ന ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ഏകദേശം 500 കോടിയുടെ ARR ഉണ്ട്. അതായത് ആനുവൽ റെക്കറിംഗ് റവന്യൂ എന്ന് പറയുന്നത് 500 കോടിയുണ്ട്. അതായത് വരുന്ന വർഷങ്ങളിൽ ഇവർക്ക് റെക്കറിംഗ് ആയിട്ട് 500 കോടിയുള്ള റവന്യൂ ഓൾറെഡി ഇവർ ലോക്കിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് റെന്റൽ റവന്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഈ 500 കോടി ഇവർക്ക് അടുത്തൊരു വർഷം നമുക്ക് എന്തായാലും മിനിമം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും കമ്പനിയുടെ റവന്യൂ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ എബിറ്റ, അഡ്ജസ്റ്റഡ് എബിറ്റ നോക്കി കഴിഞ്ഞാൽ അതിന്റെ മാർജിൻ ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ Q4 -1.4 ആയിരുന്നു, ഇപ്പം 12.2% ആയിട്ട് കൂടിയിട്ടുണ്ട്. വളരെ വലിയ ജമ്പാണ് വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒരു 100 രൂപ റവന്യൂ വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അത് അവർക്ക് ഒരു 1.5 രൂപയോളം നഷ്ടമായിരുന്നു വന്നുകൊണ്ടിരുന്നത് എബിറ്റയിൽ. ഇവിടെ നോക്കിയാൽ അത് 12 രൂപയോളം പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എബിറ്റ മാർജിനിൽ നല്ല, അഡ്ജസ്റ്റഡ് എബിറ്റ മാർജിനിൽ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PBT നോക്കിയാലും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കിയാലും കഴിഞ്ഞ വർഷം അത് 11% നെഗറ്റീവ് ആയിരുന്നു, ലോസ് ആയിരുന്നു. അത് ഈ ഒരു ക്വാർട്ടറിലായപ്പോഴത്തേന് 2.5% പ്രോഫിറ്റിലേക്ക് അതിന് മാർജിൻ വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാർജിൻസിൽ. നമ്മൾ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ അവർക്ക് ഏകദേശം 49% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ 424 കോടിയാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. 173 കോടിയാണ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് ഏകദേശം 40% അടുത്താണുള്ളത്. ഇവിടെ നോക്കിയാലും അഡ്ജസ്റ്റഡ് എബിറ്റ നോക്കിയാലും ഏകദേശം 3.5% നിന്ന് അത് -3.5 ആയിരുന്നു, അവിടെ നിന്ന് 5.9% അത് ഈ ഒരു പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ. അതുപോലെ PBT നോക്കിയാൽ കഴിഞ്ഞ വർഷം 15% നെഗറ്റീവിൽ കിടന്നിരുന്ന മാർജിൻ ഈ ഒരു വർഷം നോക്കിയാൽ 3% PBTയുടെ മാർജിൻ കിടക്കുന്നത് നെഗറ്റീവ്. അങ്ങനെ നോക്കിയാൽ നല്ല രീതിയിൽ കമ്പനിയുടെ ഈ പറഞ്ഞ മാർജിൻസ് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഞാനതാണ് പറഞ്ഞത്, ഇവരൊരു നെഗറ്റീവ് ലോസിൽ കിടന്നൊരു കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ എല്ലാ ബിസിനസ് മോഡലും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഗ്രീനിൽ കാണുന്നതാണ് രണ്ടെണ്ണമാണ് റെന്റൽ മോഡലിൽ വരുന്നത്, അതായത് അസറ്റ് ഹെവി ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ഇതാണ് നെസ്റ്റെവയുടെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹലോ വേൾഡ്. നെസ്റ്റെവ എന്ന് പറഞ്ഞാൽ ഫാമിലി റെന്റൽ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബാച്ചിലേഴ്സ് അങ്ങനെയുള്ളവരുടെയാണ് ഹലോ വേൾഡിൽ വരുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നമ്പർ ഓഫ് ഹൗസസ് നോക്കിയാൽ ഏകദേശം 23% കുറഞ്ഞായിട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ആ ബിസിനസ്സിൽ മൊത്തത്തിൽ കുറച്ച് ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ലോസിലുണ്ടായിരുന്നാലും അവർക്ക് വലിയ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഏരിയ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം അവർ കുറേ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എന്തായാലും ഗ്രോത്ത് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് അതിനകത്തൊരു പ്രീമിയം പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് നെസ്റ്റവേ സെലക്ട് എന്നാണ്. അപ്പോൾ ആ രീതിയിൽ പ്രീമിയത്തിലേക്ക് ഇവർ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർജിൻസ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് വരും വരുന്ന ക്വാർട്ടറുകളിൽ. ടോട്ടൽ അവരുടെ സൈൻഡ് യൂണിറ്റ് നോക്കിയാൽ അതിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെന്റൽ കളക്ഷൻസ് വന്നിരിക്കുന്നത് ഏകദേശം 35 കോടിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വാർട്ടറിലെ കാര്യമാണ്, Q4-ലെയാണിത്. അതുപോലെ ഇതിനകത്ത് ഇവരുടെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ താഴത്തെ ലൈനാണ്. ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സിൻ്റെയും ഇതിനകത്ത് ഇവരുടെ നെറ്റ് റവന്യൂ പെർ ടീം മെമ്പർ, അതാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടത്. അതിനകത്ത് കൃത്യമായിട്ട് ഗ്രോത്ത് വരണം. ഇത് ഒരു ടീം മെമ്പറിന് ഇവരുടെ മൊത്തത്തിലുള്ള റവന്യൂ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വരുന്ന റവന്യൂ ഓരോ എംപ്ലോയിയുടെ അനുസരിച്ചിട്ട് എത്രയാണ് അതിൽ നിന്നുള്ള റവന്യൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഗ്രോത്ത് വരുവാണെന്നുള്ളതാണ് നമുക്ക്, അതിൽ ഗ്രോത്ത് വന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് ആ ബിസിനസ്സിൽ ഗ്രോത്ത് വരുന്നത്. അതൊരു നല്ല മെട്രിക് എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മെട്രിക്കാണ് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നെസ്റ്റെവയിൽ ഏകദേശം 29 ലക്ഷമാണ് റവന്യൂ പെർ ടീം മെമ്പർ എന്ന് പറയുന്നത്. അത് ഹലോ വേൾഡിൽ വന്നാൽ 1.2 crore ആണ്. ഹലോ വേൾഡിൽ ഈ പറഞ്ഞ നമ്പർ ഓഫ് പ്രോപ്പർട്ടി അവർ ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം 259 പ്രോപ്പർട്ടി ഇപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ അവർക്ക് വേണ്ട നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ് ആണ് അവർ നമുക്കറിയേണ്ടത്. അതാണ് ഈ 19,200. ഇത് നമ്മൾ ഓരോ വർഷവും ഇത് ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ള, ഓരോ ക്വാർട്ടർ വരുമ്പോഴും അത് ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. അതിൽ 9% ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒക്യുപ്പൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 76% ഒക്യുപ്പൻസി. ഇവർക്കിപ്പോൾ ബെഡ് കൂട്ടിയിട്ട് അവർക്ക് ഒക്യുപ്പൻസി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു രീതിയിൽ റവന്യൂ വരത്തില്ല. അതുപോലെ തന്നെ ഇവർ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം അതുപോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ മാർജിൻസിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒക്യുപ്പൻസി കൃത്യമായിട്ട് വരുന്നുണ്ടെന്ന് നോക്കണം. പിന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ പെർ എംപ്ലോയി എന്നുള്ളത് ഇത് ആനുവൽ ബേസിലുള്ളതാണ്. ഈ റവന്യൂ പെർ എംപ്ലോയി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ പറയുന്ന 3 ഇവരുടെ മെയിൻ ആയിട്ട് മാർജിൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പോകുന്ന ഹെൽപ്പ് ചെയ്യുന്ന 3 ബിസിനസ്സുകൾ. ഒന്ന് അനലിറ്റിക്ക എന്ന് പറയുന്ന ബിസിനസ്, സെൽഡോ എന്ന് പറയുന്നത്, പ്രോപ് ടൈഗർ എന്ന് പറയുന്നത്.
ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഡേറ്റ അവർ അനലൈസ് ചെയ്ത് ആ ഡേറ്റ അവർ സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നോക്കിയാൽ അവിടെ 23% ഗ്രോത്ത് ആണ് വന്നിട്ടുള്ളത്. അതിനകത്ത് അവർ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ അത് ഡെവലപ്പേഴ്സുമായിട്ടുള്ള ഡയറ്റ് ടൈപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 23% ഗ്രോത്തും, അതുപോലെ തന്നെ നമ്പർ ഓഫ് പ്രൊജക്ട്സ്, അതായത് അവർ ഈ ഡെവലപ്പേഴ്സുമായിട്ട് എത്ര പ്രൊജക്റ്റുകളാണ് ഒരു അപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന അതൊരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഏകദേശം 276 പ്രൊജക്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് നോക്കുമ്പോൾ 20% ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് അവർ ലീഡ് സോൾവ് ചെയ്തിരിക്കുന്നത് അത് 93% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ലീഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുന്ന സമയത്ത്. അതേപോലെ തന്നെ റവന്യൂ പെർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ 47 ലക്ഷമാണ്. സോ ഇത് ഈ ബിസിനസ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിലും ഇത് ഓരോ ക്വാർട്ടറുകളിൽ ഇതിൻ്റെയൊക്കെ, അതായത് ഇപ്പോൾ അനലറ്റിക്കിൽ നിന്ന് വരുന്ന റവന്യൂ പെർ എംപ്ലോയി എന്നുള്ളത് അടുത്ത ക്വാർട്ടർ ആകുമ്പോൾ ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. പിന്നെ അടുത്ത സെൽഡോയിൽ വന്നാൽ ഇതാണ് അവരുടെ മെയിൻ ഒരു റവന്യൂവിന് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് സെൽഡോ ആണ്. കാരണം ഇതാണ് ഡെവലപ്പേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർ നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് അക്കൗണ്ട്സ് 38%, അതായത് എത്ര ഡെവലപ്പേഴ്സുമായിട്ട് ഇവർക്ക് ടൈ അപ്പ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അത് 38% ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ലൈസൻസി എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്പേഴ്സിന് ഇവരുടെ ഈ പറഞ്ഞ ഡേറ്റ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ അവിടുത്തെ എത്ര എംപ്ലോയീസിന് ഇവർ ഇതിൻ്റെ ആക്സസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അവിടെ ലൈസൻസ് അവർ സെല് ചെയ്തിരിക്കുന്ന ഏകദേശം 32% ഗ്രോത്ത് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഡെവലപ്പേഴ്സ് കൂടിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ഇവിടെ പറഞ്ഞ ലൈസൻസും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ 25% എബിറ്റ മാർജിൻ ഉള്ളത് സെൽഡോ എന്ന് പറഞ്ഞ ബിസിനസ്സിൽ. അപ്പോൾ 100 രൂപ അവർ ജനറേറ്റ് ചെയ്താൽ 25 രൂപ എബിറ്റയിലേക്ക് വരും. അതുപോലെ തന്നെ റവന്യൂ പെർ എംപ്ലോയി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പ് ടൈഗർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെയാണ് മെയിനായിട്ട് ആൾക്കാർ വന്ന് സെർച്ച് ചെയ്യുന്നത്, അതായത് കസ്റ്റമേഴ്സ് മെയിനായിട്ട് സെർച്ച് ചെയ്യുന്നത് പ്രോപ്പ് ടൈഗറിലാണ്. അവിടെ ട്രാൻസാക്ഷൻസ് 782 എണ്ണമായിട്ട് നടന്നിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടർ ആയപ്പോഴത്തേനും. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ സോൾവ് ചെയ്ത ഹോംസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 923 കോടി. എത്ര ഡെവലപ്പേഴ്സുമായിട്ട് നോക്കി കഴിഞ്ഞാൽ 102 ഡെവലപ്പേഴ്സുമായിട്ടാണ് ഇവർക്ക് ടൈ അപ്പ് ഉള്ളത്. ഈ പ്രോപ്പ് ടൈഗർ എന്ന് പറയുന്ന ബിസിനസ് ഇവർ കഴിഞ്ഞ Q2 മാത്രം അക്വയർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ അതുപോലെ അതിൻ്റെ റവന്യൂ പെർ എംപ്ലോയി എന്ന് പറയുന്ന കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഈ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഈ ഓറം പ്രോപ്ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബിസിനസ്സുകളെല്ലാം ഇവർ അക്വയർ ചെയ്തേക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്വയർ ചെയ്ത ബിസിനസ്സുകളാണ്. അതിനകത്ത് പ്രോപ്പ് ടൈഗർ ആണ് ഏറ്റവും ലാസ്റ്റ് അക്വയർ ചെയ്തിരിക്കുന്നത്. പ്രോപ്പ് ടൈഗർ വന്ന സമയത്താണ് ഇവർക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പ്രോപ്പ് ടൈഗറിൽ ഓൾറെഡി നല്ല രീതിയിൽ ഇവർക്ക് കസ്റ്റമേഴ്സിൻ്റെ സെർച്ചും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് വന്ന സമയത്ത് ഇവർക്ക് സെൽഡോയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അനലറ്റിക്കലാണെങ്കിലും എല്ലാ ഏരിയയിലേക്കും കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ കാര്യങ്ങളൊക്കെ വരികയും ഇപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ പറയുന്ന പ്രോപ്പ് ടൈഗർ ആണ്. പക്ഷേ ആ പ്രോപ്പ് ടൈഗറിനെ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വളരാനായിട്ട് പോകുന്നത് സെൽഡോയാണ്. താഴേക്ക് വന്നാൽ ഇത് ബിസിനസിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സൗകര്യമായിട്ട് വായിച്ച് നോക്കാമെന്നുള്ളൂ. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയം കിട്ടുന്നില്ല. ഇത് ഞാൻ ആ ഒരു ബിൽഡിംഗ് സെല് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഇത് അവർ കൂടുതലായിട്ട് AI സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 34% ഗ്രോത്ത്. ഇപ്പോൾ 20 ബില്യൺ ആയിട്ടുള്ള മൊത്തം മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 87 ബില്യൺ ആയിട്ട് കൂടുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. കലണ്ടർ ഇയർ 2030 ആവുന്ന സമയത്തേക്ക് ആ ഒരു രീതിയിൽ നല്ല ഗ്രോത്ത് ആ ഒരു സെക്ടറിൽ ഈ ഒരു സെക്ടറിൽ വരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രോപ്ടെക് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് മൊത്തത്തിൽ പറയുന്നത്. പിന്നീട് താഴേക്ക് വന്ന് ഇത് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോക്കിയെടുക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കൊന്നും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. റെന്റൽ ബിസിനസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഏതാണെന്നുള്ള കാര്യം. പിന്നെ അതുപോലെ റെന്റൽസിൽ ഏകദേശം 35% ഗ്രോത്ത് CAGR ഗ്രോത്ത് അടുത്തൊരു 3-4 വർഷത്തേന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡ് നോക്കിയാൽ ഏകദേശം 2 കോടിയോളം യൂണിറ്റിൻ്റെ ഡിമാൻഡ് ഈ പറഞ്ഞ ഏകദേശം നമ്മുടെ മേജർ ആയിട്ടുള്ള 8 സിറ്റീസിലുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് ഏകദേശം 9 ലക്ഷത്തിൻ്റെ യൂണിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. 23% ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ ഉള്ള സപ്ലൈ കഴിഞ്ഞു. ആ ഒരു രീതിയിൽ ആ ഒരു സൈഡിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ആൻസിപ്പേറ്റഡ് ആണ്. പിന്നെ താഴേക്ക് വന്നാൽ ഇപ്പോൾ നെസ്റ്റവയുടെ ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഹലോ വേൾഡിൻ്റെ. പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ഏതൊക്കെയാണെന്നുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ മോഡലുള്ള ആ 3 സെൽഡോയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അനലറ്റിക്ക ആണെങ്കിലും ഇതിൻ്റെ 3ൻ്റെ അഡ്വാൻറ്റേജ് പഴയ രീതിയിലും പുതിയ രീതിയിലുള്ള ഇവരുടെ ഈ ഒരു ബിസിനസിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏകദേശം 39,000 കോടി രൂപയോളമാണ് മേജർ ആയിട്ടുള്ള 8 സിറ്റിയിൽ അവിടുത്തെ ഡെവലപ്പേഴ്സ് ഈ ഒരു കഴിഞ്ഞ വർഷം മാത്രം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആർട്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് സെല്ല് ചെയ്യാനായിട്ടുള്ള കമ്മീഷൻസോ അങ്ങനെ ആ ഒരു രീതിയിൽ 39,000 ഓൾമോസ്റ്റ് 40,000 കോടിയാണ് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേന് ഈ ഒരു കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 400 കോടി അടുത്ത് ഇപ്പോഴുള്ളൂ. ഈ ഒരു സെക്ടറിൽ ഈ ഒരു വർഷം തന്നെ 40,000 കോടിയോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ടറിൽ 34-35% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്പെൻഡിങ്ങിലും ആ രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വലിയൊരു മാർക്കറ്റാണ് ഇവരുടെ ഫ്രണ്ടിലുള്ളത്. അതാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ അനലിറ്റിക്ക എന്താണെന്നുള്ള കാര്യം അതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവരുടെ PPT നമുക്ക് നോക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ അഡ്ജസ്റ്റഡ് എബിറ്റയുടെ മാർജിൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തിന് FY26 2.9% PBT മാർജിൻ. ഇതൊക്കെ നമുക്ക് ഈ ഒരു വർഷം വരുമ്പോൾ ഇമ്പ്രൂവ് ആകും നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആകുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം.
അപ്പോൾ എല്ലാവർക്കും ബിസിനസിനെ പറ്റിയിട്ട് മൊത്തത്തിലൊരു ധാരണയായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള ഗൈഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വർഷം 49% ഞാൻ പറഞ്ഞില്ല റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് അത് ഗൈഡ് ചെയ്യുന്നിരുന്ന ഇപ്പോൾ ഉള്ള ഗ്രോത്ത് എന്തായാലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 40% മുകളിൽ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. റവന്യൂവിലുള്ള ഗ്രോത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ മാർജിൻസിന്റെ കാര്യം നോക്കിയാൽ മാർജിൻസിൽ ഇവർ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ നിന്ന് ഏകദേശം 22-25% എബിറ്റ മാർജിൻ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 32 കോടിയോളം ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തൊരു വർഷവും നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ ഈ പറഞ്ഞ മാർജിൻസിൽ ഇംപ്രൂവ്മെന്റ് വരുന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ നമുക്ക് അടുത്തൊരു വർഷം എന്തായാലും ഒരു 45-50 കോടിയുടെ പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ റെന്റൽ ബിസിനസ്സിൽ നിന്ന് ഇവർ എന്തായാലും ഈ ഒരു വർഷം ഏകദേശം 16 കോടിയോളം അവർക്ക് അതിൽ ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെന്തായാലും പ്രോഫിറ്റബിൾ ആവും എന്നുള്ള കാര്യം മാനേജ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു 4 കോടി നമ്മളൊരു പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്താൽ പോലും ഏറ്റവും കുറഞ്ഞത് ഈ ഒരു കമ്പനി അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ 50 കോടിയോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1400 കോടിക്ക് മുകളിലാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അതിനെ നമ്മൾ ഈ 50 കോടി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡ് പി ആയിട്ട് വരുന്നത് ഏകദേശം 28 അവരുടെ ഫോർവേഡ് പി വരുന്നത്. 40% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി, 40% മുകളിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി, അതിലും നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. നമ്മൾ ഏറ്റവും കുറവായിട്ടുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഏകദേശം 28 ഫോർവേഡ് പിയിലാണ് കമ്പനി അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പെഗ് റേഷ്യോ എടുത്താൽ 0.7, 0.6 ആ ഒരു രീതിയിലാണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ല വാല്യൂഷൻസിലാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞ പോലെ മാർജിൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇവർ ക്രോസ് സെല്ലിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ നെസ്റ്റവേയിൽ ഇവരിപ്പോൾ പ്രീമിയമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയണം. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ പറഞ്ഞ ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് തന്നെ എല്ലാ ക്വാർട്ടറിലും നമ്മൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ 1400 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു വളരെ ചെറിയൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇവന്റ്സ് പോലും ഇതിന്റെ സ്റ്റോക്ക് പ്രൈസിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും വരുത്താൻ സാധ്യതയുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് സ്റ്റോക്കിനെ മനസ്സിലാക്കി അതിന്റെ പൊട്ടൻഷ്യലും നിങ്ങളുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്വാർട്ടറുകളിലൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ പരമാവധി വീഡിയോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. എന്തായാലും അടുത്ത ക്വാർട്ടറുകളിലൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വരെ ട്രാക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങൾ ഇവരുടെ ചാർട്ട് നോക്കുന്ന സമയത്ത് 2021 മുമ്പുള്ള ചാർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1000 രൂപ റേഞ്ചിൽ നിന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇവർ മജസ്റ്റിക് എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയിലേക്ക്, അതൊരു ഷെൽ കമ്പനിയായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. മജസ്റ്റിക് എന്ന് പറഞ്ഞാൽ വേറെ ബിസിനസ്സുകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ ബിസിനസ് അവർ 2020 ഈ പറഞ്ഞ ഒരു US കമ്പനിക്ക് അവർ സെല് ചെയ്തിരുന്നു. സോ അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് അവർ ഈ കസ്റ്റമേഴ്സിന് കാര്യങ്ങൾക്കെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കമ്പനി അവരെ അക്വയർ ചെയ്യുന്നത്. അതൊരു ഷെൽ കമ്പനി പോലെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ അക്വയർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് പറ്റി. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ നല്ല രീതിയിൽ താഴേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയെ നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ നോക്കുന്ന സമയത്ത് 2021 ശേഷമുള്ള ഡേറ്റ നോക്കുന്നതാണെന്നില്ല. അതാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ അതിലാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനറിലൊക്കെ ആണെങ്കിൽ ഇവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും 2021 ശേഷമുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അതെല്ലാം ഇവരുടെ കൃത്യമായിട്ടുള്ള ഫിഗേഴ്സ് കാര്യങ്ങളുള്ളത്. ആ ഒരു കാര്യം നേരത്തെ റെക്കോർഡ് ചെയ്തപ്പോൾ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.